കന്നഡ വ്യാപാര രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എജെ ഒപ്റ്റിക്കൽസ്. എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു. എജെ ഒപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, ഓട്ടുപാറ. ഫോൺ നമ്പർ 6282021099. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണം. തിങ്കളാഴ്ച ചേർന്ന കൗൺസിൽ യോഗവും ബഹളത്തിൽ മുങ്ങി. ഡിവിഷൻ കൗൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത്, PN വൈശാഖ് എന്നിവരാണ് യോഗത്തിൽ വിഷയം ചർച്ചയാക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ ചേർന്ന വടക്കാഞ്ചേരി നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗത്തിൽ വടക്കാഞ്ചേരി ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള DPR ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് ആവശ്യപ്പെടുകയായിരുന്നു. കൗൺസിലിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ അംഗീകരിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് കൊടുത്തിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ യോഗത്തിന്റെ അജണ്ടകൾ അവസാനിച്ചതിനു ശേഷം സപ്ലിമെന്ററി അജണ്ടയായി എടുക്കാമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിക്കുകയായിരുന്നു. തുടർന്ന് അജണ്ടകൾ പൂർത്തിയായപ്പോൾ വിഷയം വീണ്ടും ഉന്നയിച്ചുവെങ്കിലും കൃത്യമായിട്ടുള്ള വിവരം പോലും തരാതെ യോഗം അവസാനിപ്പിച്ചുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ഡിവിഷൻ കൗൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്തും PN വൈശാഖും പങ്കെടുത്തിരുന്നുവെന്നും ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാമെന്നാണ് അറിയിച്ചിരുന്നതെന്ന് യോഗത്തിൽ ചെയർമാൻ അറിയിച്ചു. എന്നാൽ ഇതിനെ ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്തും മറ്റ് പ്രതിപക്ഷ കൗൺസിലർമാരും എതിർക്കുകയായിരുന്നു. അതിന്റെ പ്രൊജക്ട് റിപ്പോർട്ട് എന്താണെന്നുള്ളത് അവിടുത്തെ ഡിവിഷൻ കൗൺസിലർ എന്നുള്ള രീതിയിൽ എന്റെ DPR ഒന്ന് കൗൺസിലിൽ അവതരിപ്പിക്കണം എന്നുള്ളത് ഒരു റിക്വസ്റ്റ് ആണ്. അത് അവിടുത്തെ പ്രദേശവാസികൾ ഡിവിഷൻ കൗൺസിലർ ആയിട്ടുള്ള എന്നോടാണ് ചോദിക്കുന്നത്. അതിന്റെ DPRനെ കുറിച്ച് എങ്ങനെയാണ് പദ്ധതി ചെയ്യണത്, നവീകരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണത് എന്നുള്ളത് ചെയർമാൻ ഒന്ന് കൗൺസിലിൽ അവതരിപ്പിച്ചാൽ നന്നായി. ഇവിടെ നമ്മള് ഈ MLA സാന്നിധ്യത്തിൽ 22/12/2022 ഇവിടെ ഒരു യോഗം ചേർന്നു. ആ യോഗത്തിന് ബഹുമാനപ്പെട്ട ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്തു വൈശാഖന യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് അവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ സ്വാഗത സംഘം യോഗത്തിലും അതിനുശേഷം ബോയ്സ് സ്കൂളിൽ വെച്ച യോഗത്തിലും ഈ 2 ആൾക്കാർ പങ്കെടുത്താണ്. നിങ്ങൾ ഒപ്പിട്ട യോഗം യോഗത്തിലെ പദ്ധതി പറഞ്ഞിട്ട് ഇന്നതാണ് ചെയ്യണത്. തുടർന്ന് രൂക്ഷമായ വാക്കേറ്റവും നടന്നു. വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതി ഉണ്ടോ? ബന്ധപ്പെട്ട കേസ് നിലനിൽക്കണമല്ലോ. അത് അടക്കണമെന്ന് ആവശ്യമില്ല. കൊടുത്ത കേസ് പക്ഷേ മന്ത്രാലയം മാറ്റി വെച്ചിട്ട് വർത്തമാനം പറയരുത്. ഇതോടെ യോഗ നടപടികൾ അവസാനിച്ചതായി നഗരസഭാ ചെയർമാൻ വ്യക്തമാക്കുകയായിരുന്നു. നഗരസഭ ഭരണകക്ഷിയുടെ മാത്രം തീരുമാനങ്ങൾ അംഗീകരിക്കുവാൻ സാധിക്കില്ലെന്നും CPM പാർട്ടിയുടെ തീരുമാനം പ്രതിപക്ഷ കൗൺസിലർമാരിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയാണെന്നും ടൗൺ ഡിവിഷൻ കൗൺസിലർ ആരോപിച്ചു. സപ്ലിമെന്ററി അജണ്ട എന്നുള്ള രീതിയിൽ എല്ലാ അജണ്ടകളും കഴിഞ്ഞ് ഗ്രൗണ്ട് വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് ഞങ്ങൾക്ക് വേണം എന്നുള്ളതാണ് ആ ഡിവിഷൻ കൗൺസിലറെയും അതുപോലെ തന്നെ ആ ഗ്രൗണ്ടിന്റെ പരിസരവാസികളെയും അറിയിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ചെയർമാൻ പറയുന്നത് അതിന്റെ ഡീറ്റെയിൽ പ്രൊജക്ട് ഇതിന് മുമ്പത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്, യോഗത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്.
എന്നാൽ ഞാനും അതുപോലെ തന്നെ ഓട്ടുപാറ ഡിവിഷൻ കൗൺസിലർ വൈശാഖ് PN ഞങ്ങൾ രണ്ടുപേരും ആ യോഗത്തിൽ ഇവിടെ നഗരസഭയിലെ യോഗത്തിൽ ആദ്യത്തെ യോഗത്തിലാണ് ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ആ യോഗത്തിൽ DPR എന്ന് പറയുന്ന ഒരു സാധനം ഞങ്ങൾക്ക് തന്നിട്ടുമില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല. എന്താണ് അവിടെ പ്രൊജക്റ്റ് വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല. ഇപ്പൊ ഞങ്ങളുടെ അറിവും സമ്മതത്തോടും കൂടിയിട്ടാണ് അവിടെ പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് ചെയർമാൻ പറയുന്നത്. അത് തീർത്തും ഒരു വളരെ വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. ഈ അവിടെ JCB ഉപയോഗിച്ച് നവീകരണ പ്രവർത്തനം തുടങ്ങിയ ദിവസം അറസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായ ദിവസം ഞങ്ങളോട് സൂചിപ്പിച്ചത് അവിടെ 2 അടി താഴ്ചയിലാണ് അവിടെ കാന നിർമ്മാണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നത്തെ യോഗത്തില് ചെയർമാൻ പറയുന്നു അവിടെ 4 അടി താഴ്ചയിലാണ് എന്നുള്ളത്. അപ്പോ ഇത് പ്രൊജക്ട് റിപ്പോർട്ട് ചോദിക്കുന്നത് ഇതുകൊണ്ടാണ്. എത്ര അടി താഴ്ചയിലാണ് അവിടെ ഡ്രൈനേജ് സിസ്റ്റം, എത്ര അടി അവിടെ ഉയർത്തുന്നുണ്ട്, എങ്ങനെയാണ് അതിന്റെ പദ്ധതികൾ എങ്ങനെയാണ്, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതൊക്കെ ചോദിക്കുമ്പോൾ അവസാനം ചെയർമാൻ യോഗം നിർത്തിവെച്ചു എന്ന് പറഞ്ഞ് പതിവ് ശൈലിയിൽ ഇറങ്ങി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലെ വീടുകളെ പ്രളയത്തില് മനുഷ്യനിർമ്മിത പ്രളയത്തിൽ ആഴ്ത്തുന്ന തരത്തിലുള്ള നഗരസഭയുടെ അതായത് ഭരണപക്ഷത്തിന്റെ, നഗരസഭ എന്ന് പറയുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടല്ലോ, ഞങ്ങൾ ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല. നഗരസഭ തീരുമാനം എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ധാർഷ്ട്യത്തോടു കൂടി ചെയർമാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. ഒരു കാരണവശാലും നഗരസഭ ഒന്നിച്ചുള്ള തീരുമാനമല്ലാതെ ഭരണപക്ഷത്തിന്റെ CPMന്റെ രാഷ്ട്രീയ നിലപാട് മാത്രമാണ് അത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. VCB ന്യൂസ് വടക്കാഞ്ചേരി.